മദ്യനയം മാറ്റാൻ ബാർ ഉടമകൾ ആർക്കും കോഴ നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കോഴ ആരോപണം സംബന്ധിച്ച് തെളിവോ മൊഴിയോ ഇല്ല. സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനാണ് പണം പിരിച്ചത്. ഇടുക്കിയിലെ ബാറുടമ അനുമോന്റെ ശബ്ദരേഖ തെറ്റിദ്ധാരണ മൂലമാകാമെന്നും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുകയാണ്. ഗിരീഷ്, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഇത് ഒരു കോഴയല്ല, കെട്ടിടം പണിയാനുള്ളതാണ്, ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു റിപ്പോർട്ടോടുകൂടെ ഇതിനൊരു അറുതി വരുമോ? പ്രതിപക്ഷമൊക്കെ ഈ റിപ്പോർട്ടിൽ സംതൃപ്തരായിരിക്കുമോ? എന്തായിരിക്കും അടുത്ത നീക്കങ്ങൾ? കൃഷ്ണ, ഇത് സംബന്ധിച്ച് രണ്ട് അന്വേഷണങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. ഒന്ന്, ഒരു അജ്ഞാത പരാതി, അത് എക്സൈസ് വകുപ്പിന് ലഭിച്ച ഒരു പരാതിയിലാണ്. ഈ പരാതിയിൽ എക്സൈസ് വകുപ്പ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നു. ഇതിനുശേഷം ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പില്ല എന്ന് എക്സൈസ് വകുപ്പ് കണ്ടെത്തുന്നു. തുടർന്ന് അതിനു മുമ്പ് തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നേരിട്ട് DGPക്ക് ഒരു കത്ത് നൽകിയിരുന്നു. ഇതേപ്പറ്റി അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ കത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇപ്പോൾ പുറത്തു വരുന്നു. പുതിയ ബാർക്കോഴ വിവാദത്തിന് മദ്യനയവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ബാർ ഉടമകൾ പണം പിരിച്ചിട്ടുണ്ട്. പക്ഷേ അത് മദ്യനയവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും നൽകുന്നതിനോ അല്ലെങ്കിൽ മദ്യനയത്തിലെ വ്യവസ്ഥകൾ മാറ്റുന്നതിനോ വേണ്ടിയല്ല. പകരം ഈ സംഘടനയുടെ ഒരു കെട്ടിടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവ് നടന്നത് എന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. കോഴ നൽകാനാണ് പണം പിരിച്ചത് എന്ന ആരോപണത്തിന് യാതൊരു വിധത്തിലുള്ള തെളിവോ അത് സാധൂകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. ഇടുക്കിയിലെ ബാറുടമ അനിമോൻ്റെ ശബ്ദരേഖ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തു വന്നത് തെറ്റിദ്ധാരണ മൂലമാകാം അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഈ ബാർ ഉടമകളുടെ മൊഴിയെടുത്ത ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വി എ ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.